ആധുനിക ലോകത്തിൽ ചെമ്പ് ഒരു നായകനാണ്. ഇത് നമ്മുടെ സെൽഫോണുകളിലും ഇലക്ട്രിക് കാറുകളിലും നമ്മുടെ വീടുകളിലെ പൈപ്പുകളിലും നഗരങ്ങൾക്ക് മുഴുവൻ ഊർജം നൽകുന്ന വലിയ ഊർജ ശൃംഖലകളിലുമുണ്ട്. അതിന്റെ വൈവിധ്യം, ചാലകത, പ്രതിരോധശേഷി എന്നിവ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായ ലോഹങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു. എന്നാൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചെമ്പിന്റെ യാത്ര എഞ്ചിനീയറിംഗ്, ഭൂമിശാസ്ത്രം, രസതന്ത്രം എന്നിവയുടെ ഒരു കഥയാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അവസാനിക്കുന്ന ഒരു ഇതിഹാസം. നമുക്ക് ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് പാറകളെ ഒരു മൂല്യവത്തായ ലോഹമാക്കി മാറ്റുന്ന വ്യാവസായിക പ്രക്രിയ മനസ്സിലാക്കാം. ചൂടിന്റെയും വൈദ്യുതിയുടെയും മികച്ച ചാലകങ്ങളിലൊന്നാണ് ചെമ്പ്. ഇതിന് നാശത്തിനെതിരെ അസാധാരണമായ പ്രതിരോധമുണ്ട്. ഇത് വളരെ അയവുള്ളതും വഴക്കമുള്ളതുമാണ്. കൂടാതെ അനന്തമായി പുനരുപയോഗിക്കാനും കഴിയും. ഇത് ഭൂമിയുടെ ഉപരിതല പാളിയിൽ പ്രധാനമായും അവശിഷ്ട പാറകളിലാണ് കാണപ്പെടുന്നത്. അതിന്റെ വേർതിരിച്ചെടുക്കൽ നിരവധി ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണ്. ചെമ്പ് അയിര് നിക്ഷേപങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയുന്നതാണ് ആദ്യപടി. ഇതിന് ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ, സാമ്പിൾ വിശകലനം, സാമ്പത്തികമായി ലാഭകരമായ സാന്ദ്രതയിൽ ചെമ്പുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പര്യവേക്ഷണ വിദ്യകൾ എന്നിവ ആവശ്യമാണ്. ഒരു ചെമ്പ് ഖനി കണ്ടെത്തുമ്പോൾ വേർതിരിച്ചെടുക്കൽ ആരംഭിക്കാൻ എല്ലാം തയ്യാറാക്കുന്നു. എന്നാൽ മൂല്യവത്തായ അയിരിൽ എത്തുന്നതിനു മുമ്പ് വലിയ അളവിൽ മാലിന്യ വസ്തുക്കളുടെ പാളികൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിൽ ധാതു നിക്ഷേപം 100 മീറ്റർ ആഴത്തിലെത്തുന്നു. ഇത് ഭീമാകാരമായ യന്ത്രസാമഗ്രികളും ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുന്നു. ചെമ്പടങ്ങിയ പാറ വേർതിരിച്ചെടുക്കാൻ ഒരു വലിയ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഇത് 130ഓളം കുറഞ്ഞത് 16 മീറ്റർ ആഴത്തിലുള്ള സ്ഫോടന ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിന് തുല്യമാണ്. ഓരോ ദ്വാരത്തിലും അമോണിയം നൈട്രേറ്റ്, ഇന്ധനം എന്നിവയുടെ ശക്തമായ ഒരു മിശ്രിതം, കൂടാതെ ANFO എന്നറിയപ്പെടുന്ന ഒരു നിശ്ചിത അളവിലുള്ള സ്വയം സ്ഫോടക വസ്തുവും ചേർക്കുന്നു. തുടർന്ന് അത് മാലിന്യ വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുന്നു. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഒരു ഓപ്പറേറ്റർ ചാർജുകൾ ട്രിഗർ ചെയ്യുന്നു. ഇത് സ്ഫോടനങ്ങൾ തുടർച്ചയായി പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നു. ഓരോ സ്ഫോടനവും ഒരു മുഴുവൻ കെട്ടിടത്തെയും തകർക്കാൻ കഴിയുന്നത്ര ശക്തമാണ്. ഒരു സ്ഫോടനവും മറ്റൊന്നും തമ്മിലുള്ള സമയം ഏകദേശം 2 മില്ലിസെക്കൻഡാണ്. ചെമ്പ് ഉള്ളടക്കമുള്ള ഏറ്റവും കൂടുതൽ പാറകളെ തകർക്കാൻ വേണ്ടിയാണ് ഈ സ്ഫോടന രീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യയ്ക്കും രൂപകൽപ്പന ചെയ്ത സ്ഫോടന രീതികൾക്കും നന്ദി. സ്ഫോടനാത്മക ഊർജം ഭൂഗർഭ പാറയെ ഖണ്ഡങ്ങളാക്കി മാറ്റുന്നു. ഇത് വസ്തുക്കളുടെയും പൊടിപടലങ്ങളുടെയും വ്യാപനം കുറയ്ക്കുന്നു. സ്ഫോടനത്തിനു ശേഷം അയിര് നിറയ്ക്കാൻ തുടങ്ങുന്നു. ഭീമാകാരമായ യന്ത്രങ്ങൾ അവയുടെ വലിയ കോപ്പകൾ ഉപയോഗിച്ച് വസ്തുക്കൾ ഉയർത്തി വലിയ ഖനന ട്രക്കുകളിൽ നിക്ഷേപിക്കുന്നു. 1 ടൺ ചെമ്പ് ലഭിക്കുന്നതിന് ഏകദേശം 200 ടൺ അയിര് വേർതിരിച്ചെടുക്കുന്നു. എക്സ്കവേറ്ററുകൾ പാറ ശേഖരിക്കുന്നു. ഒറ്റയടിക്ക് ഏകദേശം 80 ടൺ ഉയർത്തുന്നു. ഈ പാറയിൽ 5% താഴെയാണ് ചെമ്പടങ്ങിയിരിക്കുന്നത്. ട്രക്കുകൾക്ക് ഏകദേശം 7 മീറ്റർ ഉയരമുണ്ട്. കൂടാതെ 400 ടൺ വരെ വഹിക്കാൻ ശേഷിയുണ്ട്. ഒരു തുറന്ന ഖനിയുടെ വലിപ്പം വളരെ വലുതായതിനാൽ അതിന്റെ പ്രവർത്തനം വിമാനത്താവളങ്ങളിലേതുപോലെ ഒരു ടവറിലുള്ള ഒരു നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്ന് സ്ഥലത്ത് നടക്കുന്നതെല്ലാം നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ ഒരു അയിരുപാറ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹങ്ങളിലൊന്നായി എങ്ങനെ മാറുന്നു? അയിരിൽ നിന്ന് ചെമ്പിനെ വേർതിരിച്ചെടുക്കാൻ അയിര്, ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് തരമനുസരിച്ച് വ്യത്യാസപ്പെടുന്ന വിവിധ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. ഓക്സൈഡ് അയിര് സംസ്കരിക്കുന്നതിന് പാറകൾ പ്രത്യേക ലീച്ചിംഗ് പ്രദേശങ്ങളിൽ അടുക്കുന്നു. ലീച്ചിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിനായി വസ്തുക്കൾ ഖനിയുടെ ചുറ്റളവിൽ നിക്ഷേപിക്കുന്നു. അവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ നേർപ്പിച്ച ലായനി ഉപയോഗിച്ച് അവ നനയ്ക്കുന്നു. ആഴ്ചകളോളം ഈ ആസിഡ് പാറയിലൂടെ സാവധാനം ഊർന്നിറങ്ങുന്നു. ചെമ്പിനെ ലയിപ്പിക്കുന്നു. ചെമ്പ് അയോണുകൾ നിറഞ്ഞ ലായനി ടാങ്കുകളിൽ ശേഖരിച്ച് സംസ്കരണ പ്ലാന്റിലേക്ക് വിതരണം ചെയ്യുന്നു. ഒരു പ്രത്യേക ചാനലിൽ ചെമ്പ് ലായനി ഒരു ഓർഗാനിക് റിയേജന്റുമായി ചേർന്ന് ഉപരിതലത്തിൽ ഒഴുകി നടക്കുന്നു. അടുത്തതായി ചെമ്പിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും അതിനെ വൈദ്യുതപരമായി ചാലകമാക്കുകയും ചെയ്യുന്ന ഒരു ആസിഡ് ലായനി ചേർക്കുന്നു. ലായനി കാഥോഡുകൾ എന്ന് വിളിക്കുന്ന നേർത്ത ചെമ്പ് പ്ലേറ്റുകളുള്ള ഒരു കൂട്ടം ടാങ്കുകളിലേക്ക് മാറ്റുന്നു. ഒരു വൈദ്യുത പ്രവാഹം പ്രയോഗിക്കുന്നു. കൂടാതെ ചെമ്പ് അയോണുകൾ പ്ലേറ്റുകളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. വെറും 10 ദിവസത്തിനുള്ളിൽ ഓരോന്നിനും 2.5 സെന്റിമീറ്റർ കനം ലഭിക്കുന്നു.
ചെമ്പ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യമായ ശുദ്ധി ഏകദേശം 100% എത്തുന്നു. സൾഫൈഡ് പാറയിൽ നിന്ന് ചെമ്പ് വേർതിരിച്ചെടുക്കുന്നത് കൂടുതൽ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇത് ഒരു മിൽ എന്നറിയപ്പെടുന്ന ഒരു ഭീമാകാരമായ ഡ്രമ്മിൽ ആരംഭിക്കുന്നു. അതിനുള്ളിൽ സ്റ്റീൽ ഗോളങ്ങൾ ഈർപ്പമുള്ള പാറകളെ കഷണങ്ങളായി പൊടിക്കുന്നു. മില്ലിൽ നിന്ന് പുറത്തു വരുമ്പോൾ വസ്തുക്കൾ ഒരു സുഷിരമുള്ള കൺവെയർ ബെൽറ്റിലൂടെ കടന്നുപോകുന്നു. അത് ചെറിയ കഷണങ്ങളെ വേർതിരിക്കുന്നു. ഈ കഷണങ്ങൾ ദ്വിതീയ മില്ലുകളിലേക്ക് പോകുന്നു. വലിയ കല്ലുകൾ മറ്റൊരു റൗണ്ട് പൊടിക്കുന്നതിനായി മില്ലിലേക്ക് തിരികെ പോകുന്നു. പൊടിച്ചു കഴിഞ്ഞാൽ ചെമ്പ് കണങ്ങളെ ആവരണം ചെയ്യുന്ന രാസവസ്തുക്കൾ ചേർക്കുന്നു. കൂടാതെ ഒരു പതയുന്ന പദാർത്ഥം കലർത്തുന്നു. മിശ്രിതം ഫ്ലോട്ടേഷൻ ടാങ്കുകളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കുമിളകൾ കണങ്ങളെ ഉപരിതലത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ചെമ്പു സമ്പന്നമായ ഈ പത ശേഖരിച്ച് ഫിൽട്ടർ ചെയ്ത് കുറഞ്ഞത് 30% ശുദ്ധിയുള്ള ഒരു സാന്ദ്രീകൃത വസ്തു നേടുന്നു. അടുത്ത ഘട്ടം ഉരുക്കൽ പ്ലാന്റിൽ നടക്കുന്നു. സാന്ദ്രീകൃത വസ്തു ട്രെയിനിൽ കയറി വലിയ യാർഡുകളിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ സിലിക്ക മണലുമായി പാളികളായി കലർത്തുന്നു. ഇത് ഫ്ലെക്സ് എന്നറിയപ്പെടുന്നു. ഉരുക്കുന്ന സമയത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ മണൽ സഹായിക്കുന്നു. ഉയർന്ന താപനിലയിൽ മിശ്രിതം ഒരു വെട്ടിത്തിളങ്ങുന്ന ദ്രാവകമായി മാറുന്നു. ഇരുമ്പും മറ്റ് ധാതുക്കളും ചേർന്ന മാലിന്യം ഒഴുകി നടക്കുമ്പോൾ ചെമ്പ് താഴുന്നു. ഈ ഘട്ടത്തിൽ അതിന് 60% ശുദ്ധി കൈവരിക്കുന്നു. തുടർന്ന് ഇത് രണ്ടാമത്തെ ചൂളയിലേക്ക് പോകുന്നു. അവിടെ ചെമ്പിന്റെ അളവ് 98% ഉയരുന്നു. ഉരുകിയ അവശിഷ്ടം ഒരു കൂമ്പാരത്തിലേക്ക് ഒഴിക്കുന്നു. ഉരുകിയ ലാവ പോലെ ഒഴുകുന്ന വെട്ടിത്തിളങ്ങുന്ന മാലിന്യത്തിന്റെ ഒരു പ്രവാഹം. തണുക്കുമ്പോൾ അത് കട്ടിയാകുകയും ഭൂപ്രകൃതിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. അതേസമയം ഒരു ക്രെയിൻ ദ്രാവക ചെമ്പിനെ മറ്റൊരു ചൂളയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവസാന ശുദ്ധീകരണം നടത്തുന്നു. ശുദ്ധി 99% വർദ്ധിക്കുന്നു. ഉരുകിയ ചെമ്പ് അത്തലിച്ച് ആനോഡുകൾ എന്ന് വിളിക്കുന്ന വലിയ ചതുരാകൃതിയിലുള്ള പ്ലേറ്റുകൾക്ക് രൂപം നൽകുന്നു. ഈ പ്ലേറ്റുകൾ വാട്ടർ ജെറ്റുകൾ ഉപയോഗിച്ച് തണുപ്പിക്കുകയും കട്ടിയാകുകയും ചെയ്യുന്നു. ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ അവയെ അതുല്യ രൂപത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം അവയെ ഒരു കഴുകൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. അവിടെ മോൾഡ് റിലീസ് ഏജന്റിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. തുടർന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു റിഫൈനറിയിലേക്ക് അയക്കുന്നു. റിഫൈനറിയിൽ പരമാവധി ശുദ്ധി കൈവരിക്കുന്നു. ആനോഡുകൾ ഇലക്ട്രോലൈറ്റ് ഉള്ള ടാങ്കുകളിൽ മുക്കി കാഥോഡുകൾ എന്ന് വിളിക്കുന്ന നേർത്ത ലോഹ ഷീറ്റുകൾക്ക് മുന്നിൽ സ്ഥാപിക്കുന്നു. ഒരു വൈദ്യുത പ്രവാഹം പ്രയോഗിക്കുമ്പോൾ ശുദ്ധമായ ചെമ്പ് ആനോഡുകളിൽ നിന്ന് കാഥോഡുകളിലേക്ക് മാറുന്നു. മാലിന്യങ്ങൾ ടാങ്കിന്റെ അടിയിലേക്ക് വീഴുന്നു. ഏറ്റവും ആവശ്യപ്പെടുന്ന കേബിളുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ ഏകദേശം 100% ശുദ്ധിയുള്ള ചെമ്പാണ് ഫലം. ഈ ഉരുകിയ ചെമ്പ് ഒരു ലംബമായ ചൂളയിലേക്ക് കടത്തിവിടുന്നു. ചെമ്പ് ഉരുകി താഴേക്ക് ഒഴുകുന്നു. അവിടെ നിന്ന് അത് ഏകദേശം 6 മീറ്റർ നീളമുള്ള ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ഒരു അത്ലിച്ച രൂപത്തിലേക്ക് മാറ്റുന്നു. ഉരുകിയ ചെമ്പ് ഒഴിക്കുന്ന ദ്വാരത്തിലൂടെ കടന്നുപോവുകയും വെള്ളത്തിൽ തണുപ്പിക്കുകയും ചെയ്ത് ഒരു തുടർച്ചയായ ചതുരാകൃതിയിലുള്ള ബാർ രൂപപ്പെടുന്നു. റോളറുകൾ അതിന്റെ വ്യാസം ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് ഈ ചാലുകളിലൂടെ കടന്നുപോകുമ്പോൾ ബാർ ഏകദേശം 7 മില്ലിമീറ്റർ കനമുള്ള ഒരു ചെമ്പ് ദണ്ഡായി മാറുന്നു. ദണ്ഡ സിസ്റ്റത്തിൽ നിന്ന് പുറത്തുവരുന്നു. യന്ത്രം അതിനെ ഒരു സർപ്പിളാകൃതിയിൽ ചുരുട്ടുന്നു. തുടർന്ന് ഒരു യന്ത്രം ചെമ്പ് ചുരുളിനെ അമർത്തി ഗതാഗത സമയത്ത് കുറഞ്ഞ സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നു. ശുദ്ധമായ ചെമ്പിന്റെ ഈ സ്പൂൾ കണ്ടക്ടർ വയറായി പരിവർത്തനം ചെയ്യപ്പെടും. ലോകമെമ്പാടും വൈദ്യുതി എത്തിക്കാൻ തയ്യാറാണ്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ.